ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്നേഹാദരണീയരെ, എല്ലാവർക്കും സ്നേഹവന്ദനം. പരിശുദ്ധമായ വലിയ നോമ്പിൻ്റെ അനുഗ്രഹീതമായ ദിനങ്ങളിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ നാം ധ്യാനാത്മകമാക്കുകയാണല്ലോ. ഇന്ന് വചനവിചാരത്തിനായി നാം തിരഞ്ഞെടുത്തിരിക്കുന്ന വിശുദ്ധ വേദഭാഗം വിശുദ്ധനായ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 18 മുതൽ 31 വരെയുള്ള വാക്യങ്ങളാണ്. ആഴമേറിയ വിശ്വാസ ജീവിതത്തിന് ദൈവം നൽകുന്നതായ അനുഗ്രഹങ്ങളാണ് ഈ വചനഭാഗത്തെ പ്രതിപാദ്യ വിഷയം. പ്രമാണിയുടെ മകൾക്ക് ജീവനും, രോഗിയായ സ്ത്രീക്ക് സൗഖ്യവും, കുരുടർക്ക് കാഴ്ചയും നൽകുന്നതായ അനുഗ്രഹീതമായ നിമിഷങ്ങൾ. ഈ 3 അത്ഭുത സംഭവങ്ങളുടെയും അടിസ്ഥാന കാരണം ഇവരുടെ വിശ്വാസ ജീവിതമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിശ്വാസത്തെ ഒരാചാര്യൻ നിർവചിച്ചിരിക്കുന്നത് തന്നെ വിശുദ്ധമായ ശ്വാസം എന്നാണ്. നമുക്കറിയാം, നമ്മുടെ ശ്വാസോച്ഛ്വാസ പ്രക്രിയയിൽ ഓക്സിജൻ അകത്തേക്ക് എടുക്കണമെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ നാം പുറന്തള്ളേണ്ടതുണ്ട്. എന്നതുപോലെ നമ്മൾ ദൈവത്തിൽ ആഴത്തിൽ വിശ്വസിക്കുവാൻ ഇടവരണമെങ്കിൽ നമ്മളിലുള്ള തിന്മയെയും അഥവാ പാപ സ്വഭാവങ്ങളെയും പുറന്തള്ളിക്കളയേണ്ടതുണ്ടെന്ന് ഈ വചനഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, വലിയ നോമ്പിൻ്റെ ഈ അനുഗ്രഹീതമായ നിമിഷങ്ങളിൽ നമ്മുടെ വിശ്വാസ ജീവിതം കുറേയും കൂടെ ഭംഗിയുള്ളതാക്കാമോ എന്ന് നമുക്ക് ചിന്തിക്കാം. രണ്ടാമത് ഒരു ചിന്ത കൂടെ നമുക്ക് ചേർത്ത് വെക്കാം. ഇതാ, ദൈവത്തിൻ്റെ അത്ഭുതങ്ങളാണല്ലോ ഇവിടെ നടക്കുന്നത്. കർത്താവായ യേശു രോഗിക്ക് സൗഖ്യവും ബന്ധിതർക്ക് മോചനവും നൽകുന്ന അനുഗ്രഹീത സംഭവങ്ങൾ ഈ വലിയ നോമ്പിൽ നാം ധ്യാനാത്മകമാക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ആത്മീക വിചാരം ഇങ്ങനെ ഉണ്ടാകണം. അതായത്, ഇതാ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഈ ലോകത്ത് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് അപരൻ്റെ ജീവിതത്തിൽ പ്രകാശം കൊടുക്കുന്ന സംഭവങ്ങൾ ഞാൻ മുഖാന്തരമായി ഉണ്ടാകണം എന്നുള്ളതാണ്. അപരൻ്റെ മിഴികളിലെ കണ്ണുനീർ തുടയ്ക്കുന്നിടത്താണ് എൻ്റെ ജീവിതം ഈ ലോകത്ത് ഒരത്ഭുതമാകുന്നതെന്ന് എപ്പോഴാണോ നാം ധ്യാനിക്കുന്നത്, അപ്പോഴാണ് നാം ഒരു വിശ്വാസിയായി മാറ്റപ്പെടുന്നത് എന്നുള്ളത് ചിന്തിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ക്രൂശ് കാണുമ്പോൾ ക്രൂശിതനെയും പിന്നീട് അതാ ക്രൂശിതരിലേക്കും അതുവഴി സഞ്ചരിക്കാൻ നമുക്കതുവഴി സാധിക്കും. ദൈവം ഈ പരിശുദ്ധമായ വലിയ നോമ്പിൽ അതിനും നമുക്ക് ഇടവരുത്തട്ടെ. ചുരുക്കത്തിൽ 2 കാര്യങ്ങൾ നമുക്ക് ധ്യാനാത്മകമാക്കാം. ഒന്ന്, എൻ്റെ വിശ്വാസ ജീവിതം കുറേയും കൂടെ ഊഷ്മളമാക്കാൻ ഈ വചനഭാഗം നമ്മെ പ്രേരിപ്പിക്കുന്നു. ഒപ്പം അപരൻ്റെ ജീവിതത്തിൽ പ്രകാശം കൊടുക്കുന്ന അനുഭവങ്ങളാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അത്ഭുതമെന്നും നമുക്ക് ധ്യാനാത്മകമാക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.